Hello friends, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാറിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാർ നമ്മൾ ഏത് വണ്ടിയിലാണ് ഡ്രൈവിംഗ് പഠിക്കേണ്ടത്, ഡ്രൈവിംഗ് പഠിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒരുപാട് കമന്റുകളുണ്ട്, വണ്ടി എങ്ങനെയാണ് ഓടിക്കേണ്ടത്. അതിന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തെങ്കിലും അതിൽ നിന്നും ഒരുപാട് ഡൗട്ടുകൾ വീണ്ടും കമന്റുകൾ വരുന്നുണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എനിക്ക് വന്ന കമൻറ്റുകളും വായിക്കുന്നതായിരിക്കും. കുറച്ച് കമൻറ്റുകളൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് പഠിക്കുന്നതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം, എങ്ങനെ പഠിക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നിങ്ങൾ ഒരു തുടക്കക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു വണ്ടിയിൽ നിങ്ങൾ പഠിക്കുക. എന്ന് വെച്ചാൽ 800 അല്ലെങ്കിൽ സെന്നോ അങ്ങനെയുള്ള ഒരു വണ്ടിയിൽ നിങ്ങൾ പഠിക്കുക. അല്ലാതെ നിങ്ങൾ പവർ സ്റ്റിയറിങ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിലും പൊതുവെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അതേസമയം ഇങ്ങനൊരു വണ്ടി പഠിച്ചിട്ട് 800 സെന്നോ ഒക്കെ പഠിച്ചത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഓടിക്കാനും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് എൻ്റെ സ്വന്തം അനുഭവം, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം അനുഭവം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇത് തന്നെ ഫോളോ ചെയ്യുക. പുതിയതായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പം കുറേ ആൾക്കാർ കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ കുറേ ഡൗട്ട് ഞാൻ ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ഞാനൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളത് എൻ്റെ മെസ്സേജസ് വരുന്നുണ്ട്. ആ കമൻറ്റ് അയക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് അറിയിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് വണ്ണും വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ബ്രേക്ക് ആൻഡ് ക്ലച്ച് ചവിട്ടിയതിന് ശേഷമാണോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത്? ഹാൻഡ് ബ്രേക്ക് റിലീസ് എന്തിനാണ് ചെയ്യുന്നത്? അപ്പം നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ചവിട്ടുക, വണ്ടി ന്യൂട്രലാണെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിലേലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. അല്ല, ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രേക്കിൽ ചവിട്ടിയാൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പഴയ വണ്ടികൾക്ക് ബ്രേക്കും ക്ലച്ചും ചവിട്ടേണ്ട കാര്യമില്ല. പിന്നീട് വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലല്ലേ നമ്മുടെ വണ്ടി മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് എന്തിനാണ് ചെയ്യുന്നത്? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ വണ്ടി മുമ്പോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വണ്ടി മുമ്പോട്ട് പോകത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ശേഷമാണോ ന്യൂട്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ന്യൂട്രൽ ആണെന്ന് ചെക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ന്യൂട്രൽ ആണ് എങ്കിൽ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് ഗിയർ ആണോ അതോ ക്ലച്ച് മാത്രം ഉപയോഗിച്ച് ഫസ്റ്റ് ഗിയർ ആണോ ഇടണ്ടേ? ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ക്ലച്ചും ബ്രേക്കും നമ്മൾ ഹാൻഡ് ബ്രേക്ക് എടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇടുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലച്ചും ബ്രേക്കും എല്ലാം ചവിട്ടിയതിന് ശേഷം നമ്മൾ കാല് വലിക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ഇതിനകത്ത് ചോദിക്കാത്ത ക്വസ്റ്റ്യനാണ്, ഇത് വന്നപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ്. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴും നമ്മൾ കുറച്ചേ ചവിട്ടാവും, പെട്ടെന്ന് കയറി ചവിട്ടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വണ്ടിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വന്നിട്ട് ഫസ്റ്റ് ബ്രേക്ക് ഉപയോഗിച്ച് ഗിയർ ആണോ, അതിനുശേഷം നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് ഇട്ട് നമുക്ക് വണ്ടി മുമ്പോട്ടെടുക്കാം. പിന്നെ വന്നിട്ട് തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഗിയർ ഇട്ട ശേഷം ക്ലച്ച് മെല്ലെ റിലീസ് ആക്കുക അല്ലേ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇട്ട ശേഷം നമ്മൾ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം, പെട്ടെന്ന് എടുക്കാനും പാടില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ, വണ്ടി നിർത്തുമ്പോൾ ആദ്യം ബ്രേക്കാണോ അതോ ക്ലച്ചാണോ
ചവിട്ടുക. ആദ്യം ബ്രേക്ക് തന്നെ ചവിട്ടണം. അതുപോലെ തന്നെ പെട്ടെന്ന് കയറി ചവിട്ടലിൽ കുറച്ച് ചവിട്ടി നമ്മൾ വണ്ടി എവിടെയാണെന്ന് വെച്ചാൽ അത് നിർത്തുക ചെയ്യേണ്ടത്. പെട്ടെന്ന് സഡൻ ബ്രേക്കിംഗ് നമ്മൾ കൂടുതലും ഒഴിവാക്കുക. നമ്മൾ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്ന് വിശദമായി പറയാമോ എന്നൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്താണ് ചോദിച്ചേക്കുന്നത്. ഇന്ദ്രജിത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ കയറ്റത്തും ഇറക്കത്തും ഞാൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നിങ്ങൾ ഓടിച്ച് പഠിച്ച ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഏറ്റവും കയറി പോകുക, എന്നാലേ അത് ക്ലിയർ ആവത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾ ഓടിച്ച് പൊക്കഴിയുമ്പോൾ ആദ്യം ഒന്ന് ഫസ്റ്റ് ഇട്ട് കയറി പോവുക, രണ്ടാമത് ഫസ്റ്റ് ഇട്ട് പോവുക, മൂന്നാമതൊക്കെ ആകുമ്പോൾ നിങ്ങൾ സെക്കൻഡിൽ തന്നെ പോവുക. പോയതിന് ശേഷം നിങ്ങൾ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ക്ലച്ച് ചവിട്ടി അത് നമ്മുടെ അടുത്തൊരാളുണ്ടെങ്കിൽ പോലും അയാൾ പോലും അറിയാതെ നമ്മൾ ഇത് റിലീസ് ചെയ്യാൻ പഠിക്കണം. അതാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡ്രൈവർ. ആ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്കേ അത് സാധിക്കത്തുള്ളൂ. അപ്പം അത് ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളെ എങ്ങനെ നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടിയുടെ ആ ഒരു പവർ പോലിരിക്കും ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മുടെ ആ കറക്റ്റ് ഏറ്റത്ത് കൊണ്ടുപോയിട്ട് നമ്മളത് റിലീസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു വീഡിയോ അത് വിശദമായിട്ട് ഏറ്റവും ഇറക്കവും ഞാൻ ചെയ്യുന്നതായിരിക്കും. അശ്വതി എന്ന് പറഞ്ഞൊരു ആൾ കമൻറ്റ് ചെയ്തേക്കുന്നതാണ്, നിങ്ങൾ നല്ലൊരു ടീച്ചറാണ്, ഒരുപാട് താങ്ക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. പിന്നെ വന്നിട്ട് കുത്തനെ ഇറക്കം, അത് ഞാനിപ്പോൾ വായിച്ചതായിരുന്നു. പിന്നെ വണ്ടിയുണ്ട്, ലൈസൻസുമുണ്ട്, കുറച്ചൊക്കെ അറിയാം, പക്ഷേ പേടിയാണ്. ഒരിക്കലും പേടിയുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ മനസ്സിന് ധൈര്യം വേണം. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ദൈവം വിചാരിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരൊറ്റ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പേടി വേണ്ട. നമുക്ക് വീട്ടിൽ ഇരുന്നാലും പലതും സംഭവിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോയാൽ ഒറ്റ കുഴപ്പവും പറ്റത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. തംനീഷാണ് അടുത്ത ചോദിച്ചേക്കുന്നത്. മാം ഒരു ഹെൽപ്പ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലച്ച് എടുക്കാൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ക്ലച്ച് എടുക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഏറ്റവും ആണ് നമുക്ക് മെയിനായിട്ട് ക്ലച്ച് നിന്ന് കാലെടുക്കാൻ ഏറ്റവും ഇറക്കവും തന്നെയാണ് അതിൻ്റെ ഒരു പ്രാക്ടീസ് നമുക്ക് നല്ലത്. നിങ്ങൾ ഒരുവിധം ഡ്രൈവിങ് മെയിൻ റോഡിൽ കൂടെ ഒക്കെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് റോഡിൽ കൂടെ ഓടിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏറ്റത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഇറക്കത്ത് പോയിട്ടോ ക്ലച്ച് ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരാൾ സൂപ്പർ ചേച്ചി, സൂപ്പർ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, വെരി യൂസ്ഫുള്ള്, താങ്ക്സ്. അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ കമൻ്റ് അയക്കുന്നുണ്ട്. ഇത്ത ജീപ്പ് ഡ്രൈവിങ് ഒന്ന് കാണിക്കാമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജീപ്പ് ഡ്രൈവ് ചെയ്യാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയില്ല ഡ്രൈവിങ് ചെയ്യാൻ. ജീപ്പ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഡ്രൈവിങ് ചെയ്യാത്തത്. എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ വണ്ടിയില്ല, അതാണ് പ്രശ്നം. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. എന്തെങ്കിലും എനിക്കൊരു വണ്ടി എടുക്കാൻ സാധിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വണ്ടി ജീപ്പ് നിങ്ങളെ ഓടിച്ച് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ആൾ ചോദിക്കുന്ന ഓട്ടോമാറ്റിക് കാറ് ഡ്രൈവിങ് പ്ലീസ് എക്സ്പ്ലെയിൻ. ഓട്ടോമാറ്റിക് കാറ് ഡ്രൈവ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി കണ്ടു കാണത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി ആ വീഡിയോ പോയി കാണുക. സംഗീത എസ് കുമാർ ആണ് അടുത്തൊരു മെസ്സേജ് അയച്ചേക്കുന്നത്. കാർ എടുക്കാൻ ഇപ്പോൾ ഒരു ടെൻഷനുമില്ല. ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നുണ്ട്. താങ്ക് യു മൈ ഡിയർ സിസ്റ്റർ എന്ന് അയച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട്, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് താങ്ക്സ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂപ്പർ ക്ലാസ്, അൽഹംദുലില്ലാ എന്ന് എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. നന്നായി മനസ്സിലാകുന്നു എന്ന് ഒരു ഫ്രണ്ട് ഉഷാകുമാരിയാണ് അയച്ചേക്കുന്നത്. താങ്ക്സ്. ഗിരിജ ബാലൻ, നല്ല അവതരണം, താങ്ക് യു ഡിയർ, ഗോഡ് ബ്ലെസ് യു എന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹിമ ഹാരിസ്, ഗുഡ് വീഡിയോ. ഇതെല്ലാം എൻ്റെ ഡ്രൈവിംഗ് വീഡിയോയിൽ വരുന്ന കമൻറ്റുകളാണ് വായിക്കുന്നത്. അപ്പം അതെല്ലാം നല്ല രീതിയിലുള്ള കമൻറ്റുകളാണ്.
അപ്പോൾ 3 പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് പാർട്ട് വരെ ചെയ്തിട്ടുള്ളൂ. ഉടനെ തന്നെ തേർഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്ത സൂപ്പർ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട്. ഗുഡ് നൈസ്, നല്ല ക്ലാസ്സാണ്. അതൊക്കെ ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്. മുഹമ്മദ് ആണ് അടുത്തത് ചോദിച്ചേക്കുന്നത്. ഞാൻ ചെരുപ്പില്ലാതെയാണ് പഠിച്ചത്, ഇപ്പോൾ ഇടാതെ ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ തിരക്കും അങ്ങനെയൊന്നും ഇല്ലാത്ത റോഡുകളിലോട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ട് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് അതിന് പ്രാക്ടീസ് കിട്ടും. അതായിരിക്കും നല്ലൊരു ഐഡിയ. പിന്നെ ഒരു കമൻറ്റ് അയച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ്സാണ്. ഡ്രൈവിംഗ് സ്കൂൾ പോകാൻ പറ്റാത്ത ഈ സമയത്ത് നല്ല ഗുണം ചെയ്യുന്ന വീഡിയോ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു. തീർച്ചയായും നെക്സ്റ്റ് പാർട്ട് ചെയ്യണം. അത് നല്ല കാര്യമാണ്. അത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചെയ്തത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ പറ്റാത്ത സമയത്താണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. കൊറോണ ഒക്കെ നന്നായിട്ടുള്ള സമയത്താണ്. അപ്പം ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ടും എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ നല്ല ഒരു ഉപകാരം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുക എന്നത് വലിയൊരു ഉപകാരമാണെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ഫോർ മീ, നെക്സ്റ്റ് വീഡിയോ സൂപ്പർ, അങ്ങനെ കുറേ വീഡിയോ മെസ്സേജസ് ഉണ്ട്. പറ്റുന്നത്രയൊക്കെ ഞാൻ വായിച്ചു. പിന്നെ നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടി പഠിക്കുക. ഓട്ടോമാറ്റിക് വണ്ടിയും ഓടിക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എന്താ പറയാനുള്ളത്, നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. കുറച്ച് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ കാലെടുത്തിട്ടുണ്ട്, ആക്സിലേറ്റർ കൊടുത്തു. നമ്മൾ വണ്ടി ഒന്ന് മൂവ് ആയതിനു ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചവിട്ടി സെക്കൻഡ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഏറ്റവും നല്ലത് ഈ വണ്ടി തന്നെയാണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വണ്ടിയിൽ തന്നെ നമ്മളൊന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഉള്ള വണ്ടിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. പവർ ആകുമ്പം ഭയങ്കര പെട്ടെന്നൊക്കെ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പഠിക്കാനും എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യമുള്ള വണ്ടിയാണ്. നമ്മുടെ ഈ റോഡിനും നമുക്ക് നല്ല ഇന്ത്യൻ റോഡിന് പറ്റിയ വണ്ടിയാണ് 800. അതുപോലെ തന്നെ പെട്രോൾ വെച്ച് നോക്കുമ്പോഴും നമുക്ക് നല്ല ലാഭമാണ് ഈ വണ്ടി. ഒരു പ്ലാനും ഇല്ല, വെറുതെ വീട്ടിലിരുന്നപ്പം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുക, ഇതുപോലുള്ള വണ്ടിയിലൊക്കെ പഠിക്കുക. പഠിക്കാൻ മനസ്സുള്ളവർ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.